ഹലോ മക്കളെ, റേ ഒപ്റ്റിക്സ് പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സ്പെറിക്കൽ മിററിനെ പറ്റിയാണ് പഠിക്കാൻ പോണത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്ലെയിൻ മിററിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു. അവിടെ നമ്മൾ ഒരു പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നതെന്നും അതുപോലെ ലോ ഓഫ് റിഫ്ലക്ഷൻ എങ്ങനെയാണ് ഒരു പ്ലെയിൻ മിററിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതെന്നും ഒക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോണത് സ്പെറിക്കൽ മിററാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്താണ് സ്പെറിക്കൽ മിറർ? അപ്പോൾ ഞാൻ പറയും, മക്കളെ, സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പിയർ ആണ്. ഉണ്ടോ? ഇതൊരു സ്പിയർ ആണ്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് സ്പിയർ ആണെന്ന് ഇരിക്കും. ഈ സ്പിയറിനെ ഞാൻ മുറിക്കാൻ പോവാണ്. ഉണ്ടോ? ഇങ്ങനെ മുറിച്ചു. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പീസ് കിട്ടും. എന്നിട്ട് ഞാൻ പറയാൻ ലൈറ്റ് ആണെങ്കിൽ വരികയാണ്, ലൈറ്റ് ഇങ്ങോട്ടേക്ക് വരികയാണ്. സോ ഞാൻ ഈ സർഫസിനെ ആണെങ്കിൽ ഞാൻ ഒപ്പേക്ക് ആക്കി മാറ്റി, അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ആക്കിയാണ്. ഒപ്പേക്ക് എന്ന് പറയേണ്ട, റിഫ്ലക്റ്റിംഗ് സർഫസ് ആക്കി മാറ്റി. അപ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് വന്ന് വീഴുന്ന സർഫസ് ഈ സർഫസ് ആണ്. സോ അങ്ങനെയെങ്കിൽ ഇത്തരം മിററിനെ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് മിറർ എന്ന് വിളിക്കും. കോൺവെക്സ് മിറർ. സോ എന്താണ് കോൺവെക്സ് മിറർ എന്ന് വെച്ചാൽ നിങ്ങൾ പറയും, ലൈറ്റ് വന്ന് വീഴുന്നത്, റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ആ ഇങ്ങനെ ഉന്തിയ സർഫസ് ആണ്, പ്രൊജക്റ്റഡ് സർഫസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതാണ് കോൺവെക്സ് മിറർ. ഇനി ഞാനാണെങ്കിൽ ഈ മിററിലെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആക്കാൻ പോകുന്നത്, ഉണ്ടോ, റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന സർഫസ് ആക്കാൻ പോകുന്നത് ഈ ഭാഗമാണ്. ഈ പ്രൊജക്ടർ സർഫസ് എന്ത് ചെയ്തു? റിഫ്ലക്റ്റിംഗ് പേസ് തേച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് വന്ന് വീഴുന്നത് എങ്ങനെയാണ്? ദാണ്ട് ഈ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തേക്കാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേവ് ഷേപ്പിലുള്ള ഭാഗത്ത്, ഉണ്ടോ, കേവ് ഗുഹയിലേക്കാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം മിററിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ. സോ മിറർ ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് കോൺവെക്സ് മിറർ ഉണ്ട്, കോൺകേവ് മിറർ ഉണ്ട്. The portion of reflecting surface which form a part of sphere, ഒരു സ്പിയറിന്റെ ഒരു പാർട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ റിഫ്ലക്റ്റീവ് സർഫസ് ഫോം ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പെറിക്കൽ മിറർ. ഇത് രണ്ട് തരത്തിലുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് കോൺകേവും ഉണ്ട്, മറ്റൊന്ന് കോൺവെക്സ് മിററും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഈ രണ്ട് മിററിനെ പറ്റി. ഇനിയാണെങ്കിൽ ഇത്തരം മിററിൽ നമ്മൾ കേൾക്കേണ്ട കുറച്ച് വാക്കുകളുണ്ട്, സം ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. മക്കളെ, ലൈറ്റ് വന്ന് വീഴുകയാണ്. ലൈറ്റ് വന്ന് വീഴുന്ന സർഫസ് ഈ സർഫസ് ആണെന്ന് കരുതിക്കും. അങ്ങനെയെങ്കിൽ ഈ മിററിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഗുഹയിലേക്കാണ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ നമ്മൾ പറയും ഇത്തരം മിററാണ് കോൺകേവ് മിറർ. സോ ഈ മിറർ എന്താടാ? കോൺകേവ് മിററാണ്. അവിടെ ഗുഹയിലേക്കാണ്, ആ കേവിലേക്കാണ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ നമ്മൾ പറയും എന്താണത്? കോൺകേവ് മിററാണ്. നിങ്ങൾ ഏത് മിറർ ആയിക്കോട്ടെ, അതിൽ ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ടേംസ് പഠിക്കാനുണ്ട്. ഒന്നാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. മക്കളെ, ഈ മിറർ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു സ്പിയറിൽ നിന്നാണ് ആരെ ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ ഈ മിററിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പിയറിൽ നിന്ന്. സ്പിയറിൻ്റെ ഇത്രയും ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ആക്കി എടുത്തു. സോ ലൈറ്റ് വന്ന് വീഴുന്ന സർഫസ് ഇതാണ്, ഉണ്ടോ? ഇതാണ് നമ്മുടെ സ്പിയർ എന്ന് പറയുന്നത്. ആ സ്പിയറിൻ്റെ സെൻറ്റർ ഇതാണ്. സോ ഇവിടെ നിന്നും ഈ സ്പെറിക്കൽ സർഫസിൻ്റെ സെൻറ്ററിലേക്കുള്ള അകലത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് എന്ന് പറയും. എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ സ്പിയറിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻറ്റർ ഓഫ് കർവേച്ചർ. സോ ഇത് സ്പിയറിൻ്റെ ഭാഗമാണ്. ഈ സ്പിയറിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേര്, ഇപ്പം ഈ സ്പിയർ, ഈ പേരൻ്റൽ സ്പിയർ, അതായത് ഈ ഒരു സ്പിയറിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മിറർ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയാണോ? ഒരു സ്പിയർ മുറിച്ചാണ് മിറർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ മിറർ ഉണ്ടാകാൻ കാരണമായ സ്പിയർ ഉണ്ടല്ലോ, മിറർ ഉണ്ടാകാൻ കാരണമായ സ്പിയർ, ആ സ്പിയർ, നമ്മൾ ആ സ്പിയർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ സ്പിയറിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ, സി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ? ഈ മിററിൻ്റെ പോൾ, ഇതാണ് പോൾ എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ അപ്പേർച്ചറിൻ്റെ, ഇതിൻ്റെ അവതലത്തിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് പോൾ എന്ന് പറയുന്നത്. സോ മിററിന്ന ആ അവതലത്തിൻ്റെ, അതിൻ്റെ അപ്പേർച്ചറിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് പോൾ. പോളിൽ നിന്നും ഇങ്ങോട്ടുള്ള അകലമാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ റേഡിയസ് എന്ന് പറയുന്നത്. സോ എന്താണ്? പോളിൽ നിന്നും സിയിലേക്കുള്ള അകലമാണ് റേഡിയസ് എന്ന് പറയുന്നത്.
ഇനി എന്താണ് പോൾ എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ വക്രതയുടെ അതിൻ്റെ അപ്പർച്ചറിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് പോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനിയാണെങ്കിൽ ഇതിൻ്റെ പോളും അതുപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറും ഒക്കെ നീട്ടിയൊരു വര വരച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ ജോയിൻ ചെയ്തൊരു വര വരച്ച് കഴിഞ്ഞാൽ പോളും സെൻറ്റർ ഓഫ് കർവേച്ചറും ഒക്കെ എന്ത് ചെയ്ത് ആ കണക്ട് ചെയ്യുന്നൊരു വര വരച്ച് കഴിഞ്ഞാൽ ആ വരയെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണോ? അടുത്താണ് അപ്പേർച്ചർ. ഈ കർവേച്ചറിനെ വിളിക്കുന്ന പേരാണ് അപ്പേർച്ചർ. ആ കർവേച്ചറാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നോക്ക്, ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ, നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കും. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് ലൈറ്റ് വന്ന് വീഴുന്നതെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു സിംഗിൾ പോയിന്റിലൂടെ കടന്നു പോകും. കണ്ടോ? റിഫ്ലക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഒരു സിംഗിൾ പോയിന്റിലൂടെ കടന്നു പോകും. കാണിച്ചു തരാം, നോക്കട്ടെ മക്കളെ. ഇത് റിഫ്ലക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഒരു സിംഗിൾ പോയിന്റിലൂടെ കടന്നു പോകും. സോ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു സിംഗിൾ പോയിന്റിലൂടെ നമുക്ക് ലൈറ്റ് നേരെ വരികയാണ്, ഇവിടെ തട്ടി ലൈറ്റ് എന്ത് ചെയ്യാണ്? ദാണ്ട് ഇങ്ങനെ പോവുകയാണ്, ഈ പോയിന്റിലൂടെ കടന്നു പോവുകയാണ്. ലൈറ്റ് നേരെ വരികയാണ്, ഇവിടെ തട്ടി ഇതൊരു സിംഗിൾ പോയിന്റിലൂടെ കടന്നു പോവുകയാണ്. മനസ്സിലായോ? ഈ സിംഗിൾ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി പോളിൽ നിന്നും ഈ ഫോക്കസിലേക്കുള്ള അകലത്തിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഫോക്കൽ ലെങ്ത്. നോക്ക് മക്കളെ, ഇപ്പം നമ്മൾ പല ടേംസും പരിചയപ്പെട്ടായിരുന്നു. ഒന്നുകൂടെ മായ്ച്ച് നോക്കി, എല്ലാം മായ്ച്ച് കളഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു തന്നെ, എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്പിയറിൽ നിന്നാണ് ആരുണ്ടാക്കിയെടുത്തിരിക്കുന്നത്? ഒരു മിറർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ആ സ്പിയറിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇതിൻ്റെ വക്രതയുടെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് പോൾ എന്ന് പറയുന്നത്. ഈ പോളും അതുപോലെയാണെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ നമ്മൾ അകലത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ആക്സിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ലൈറ്റ് റേ നേരെ വരികയാണ്, അതെന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം ഇതിലൂടെ ഒരു പോയിന്റിലൂടെ കടന്നു പോകും. നോക്ക്, റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഒരു പോയിന്റിലൂടെ കടന്നു പോകും. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, അപ്പോൾ പാരലായിട്ട് വരുന്ന പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ എല്ലാം റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകണം. ഉണ്ടോ? പാരലായിട്ട് പോകണം. ഈ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേ എല്ലാം റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഈ പ്രിൻസിപ്പൽ ആക്സിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് അകത്തൂടെ കടന്നു പോകും. ഈ പർട്ടിക്കുലർ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് പോയിന്റ്, പ്രിൻസിപ്പൽ ഫോക്കസ്. പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള അകലത്തിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത് എഫ്. ഇത് സ്മോൾ എഫ് ആണ്, ഇത് ക്യാപിറ്റൽ എഫ് ആണ്, ഇത് അപ്പർച്ചർ എ ആണ്. പ്രിൻസിപ്പൽ ആക്സിസ് ഇത് പോൾ പി ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ ആർ ആണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ സി ആണ്. മക്കളെ, ഈ ടേംസ് എല്ലാം മനസ്സിലായോ? ഇതാണ് നമ്മുടെ മിററിൻ്റെ, അതായത് സ്പെറിക്കൽ മിററിനെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ്, നോമൻക്ലേച്ചർ എന്ന് പറയും. ഓക്കെ ആണോ? സോ ഇത്രയും കാര്യങ്ങൾ ഒരു സ്പെറിക്കൽ മിററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ശരി, ഇനി നമുക്ക് നോക്കാം ഒരു പ്ലെയിൻ മിറർ, ഒരു സ്പെറിക്കൽ മിറർ എങ്ങനെയാണ് അതിൻ്റെ മിററിൻ്റെ ഫോർമേഷൻ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ ആദ്യം കേൾക്കേണ്ടത് കാർട്ടീഷ്യൻ സൈൻ കൺവേർഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് സൈൻ കൺവേർഷനെ പറ്റിയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സൈൻ കൺവേർഷൻ. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ ഇതാണ് നമ്മുടെ മിറർ എന്ന് പറയുന്നത്. കണ്ടോ? ഇതാണ് നമ്മുടെ മിറർ. ഇവിടെയാണെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. ലൈറ്റ് വന്ന് വീഴുന്ന എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. മനസ്സിലായോ? സോ ഇത് എന്താണ്? ഒപ്പേക്ക് സർഫസ് ആണ്, ഒപ്പേക്ക് ആണ്. ലൈറ്റ് വന്ന് വീഴുന്നത്, ഇൻസിഡന്റ് ലൈറ്റ് എങ്ങനെയാണ് വരുന്നത്? നേരെ വരുന്നു, ഇവിടെ വന്ന് വീഴുന്നു. ഓക്കെ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇങ്ങനെ ഈ പ്രിൻസിപ്പൽ ആക്സിസിന്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, എക്സ് ആക്സിസ് ആണ് ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് പോൾ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ നോക്കുകയാണ്, ലൈറ്റ് നേരെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ വരയ്ക്കാം. ഇതാണ് അതിൻ്റെ റേഡിയസ് ഓഫ് സെൻറ്റർ ഓഫ് കർവേച്ചർ സി എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ, ആർ എന്ന് പറയും. ഈ ലൈറ്റ് നേരെ വന്നു കഴിഞ്ഞാൽ ആ ലൈറ്റ് എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് വരുന്നതെങ്കിൽ
അത് എന്ത് ചെയ്യും? അത് ഫോക്കസിലൂടെ കടന്നു പോകും. ഇതാണ് ഫോക്കസ്. സോ ഈ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്, സ്മോൾ എഫ്. ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ്. ഓക്കെ ആണോ? സോ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് സൈൻ കൺവേർഷൻ? മക്കളെ, ഇവിടെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ഏതൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട്? നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ. മറ്റൊരു ഡിസ്റ്റൻസ് ആണ് നമ്മളുടെ ഈ പോളിൽ നിന്നും ഫോക്കസ് പോയിന്റിലേക്കുള്ള അകലം, ഫോക്കൽ ലെങ്ത്. ഈ രണ്ട് ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചു. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? റേഡിയസ് ഓഫ് കർവേച്ചർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സോ ഇത് പറയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് നിയമങ്ങൾ വേണം. ഏത് ഡിസ്റ്റൻസ് ആണ് പോസിറ്റീവ്, ഏത് ഡിസ്റ്റൻസ് ആണ് നെഗറ്റീവ് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് കുറച്ച് നിയമങ്ങൾ വേണം. ഈ നിയമങ്ങളെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ലോസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുന്നത്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറയുന്നത്, ലൈറ്റ് എങ്ങനെയാണോ വന്ന് വീഴുന്നത്, ഇൻസിഡന്റ് റേ ഏതാണോ ആ ഡയറക്ഷനെ പോസിറ്റീവായിട്ട് കണക്കാക്കണം. സോ എന്താണ് എവിടെ പോസിറ്റീവ്? ലൈറ്റ് എങ്ങനെയാണോ വന്ന് വീഴുന്നത് ആ ഡയറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. സോ ലൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. സോ ഇങ്ങോട്ട് അളക്കുന്ന എല്ലാ അളവുകളും എന്താണ്? പോസിറ്റീവ് അളവുകളാണ്. ഓക്കെ ആണോ? ഇതാണ് ഫസ്റ്റ് ലോ. ലൈറ്റ് എങ്ങോട്ടാണോ വന്ന് വീഴുന്നത് ആ ഡയറക്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അടുത്ത നിയമം പറയണത്, എല്ലാ ഡിസ്റ്റൻസും അളക്കേണ്ടത് പോളിൽ നിന്നുമാണ്. ഏത് ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത് എവിടുന്നാണ്? പോളിൽ നിന്നുമാണ് എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശരി സാർ, സോ ഞാൻ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യാൻ പോവുകയാണ്. സോ എങ്ങനെ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? നിങ്ങൾ പറയും, സാർ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ പോളിൽ നിന്നും എഫിലേക്കുള്ള അകലം. സോ ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത്. എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? പോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. സോ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പോളിൽ നിന്നും ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ശരിയാണോ? സോ ഇത് ലൈറ്റ് വരുന്നതിന് നേരെ ഓപ്പോസിറ്റ് അളക്കുന്നത്. സോ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. കാര്യം എന്താണ്? ലൈറ്റ് ഇങ്ങനെയാണ് വന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ എന്താണ്? ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നെ, വീഡിയോ പോസിറ്റ് പറഞ്ഞു തന്നെ മക്കളെ, റേഡിയസ് ഓഫ് കർവേച്ചർ പോസിറ്റീവ് ആണോടാ നെഗറ്റീവ് ആണോ? നിങ്ങൾ പറയും, സാർ സിമ്പിൾ, ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. സോ ഞങ്ങൾ റേഡിയസ് ഓഫ് കർവേച്ചർ മെഷർ ചെയ്യുന്നേ പോളിൽ നിന്നും. എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത് പോളിൽ നിന്നുമാണ്. സോ എല്ലാ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത്, അങ്ങനെ പറഞ്ഞു, എല്ലാ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? പോളിൽ നിന്നുമാണ്. എല്ലാ വെർട്ടിക്കൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നുമാണ്. സോ എല്ലാ വെർട്ടിക്കൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചോ, ഓൾ ഹൊറിസോണ്ടൽ distance measure from pole, all vertical distance measure from principal axis. സോ എല്ലാ വെർട്ടിക്കൽ ഡിസ്റ്റൻസും അളക്കേണ്ടത് പ്രിൻസിപ്പൽ ആക്സിൽ നിന്നാണ്. എല്ലാ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ടത് പോളിൽ നിന്നുമാണ്. സോ അങ്ങനെ ഈ പറഞ്ഞ് നിങ്ങൾ റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും? സാർ സിമ്പിൾ, പോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ. സോ പോളിൽ നിന്നും സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ദൂരം എങ്ങനെ അളക്കണ്ടേ? ഇങ്ങനെയാണ് അളക്കേണ്ടത്. ശരിയാണോ? ഇവിടുന്ന് ഇങ്ങോട്ട് അളക്കണം. സോ എന്താണത്? റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെയാണ്? ലൈറ്റ് വരുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് അളന്നത്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണ്? നെഗറ്റീവ്. എന്താണ് മക്കളെ? നെഗറ്റീവ്. റേഡിയസ് ഓഫ് കർവേച്ചറും നെഗറ്റീവ് ആണ്. ഓക്കെ ആണോ? ശരി. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യേണ്ടത് എവിടുന്നാണ്? പോളിൽ നിന്നാണ്. എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോടാ? ഇത് നോക്ക്, ഹൈറ്റ് അപ്വേർഡ്സ്. നോക്ക്, പ്രിൻസിപ്പൽ ആക്സിൽ നിന്ന് മുകളിലേക്ക് അളക്കുന്ന എല്ലാം പോസിറ്റീവാണ്. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും നമുക്ക് എല്ലാ വെർട്ടിക്കൽ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത് എവിടുന്നാണ്? പ്രിൻസിപ്പൽ ആക്സിൽ നിന്നാണ്. പ്രിൻസിപ്പൽ ആക്സിൽ നിന്നും മുകളിലേക്ക് അളക്കുന്ന എല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പ്രിൻസിപ്പൽ ആക്സിൽ നിന്നും താഴേക്ക് അളക്കുന്ന എല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ഈ പറഞ്ഞ് ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എങ്ങനെ പറയുന്നത്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നിങ്ങൾ പറയും, സാർ സിമ്പിൾ, എല്ലാ വെർട്ടിക്കൽ ഡിസ്റ്റൻസും അളക്കുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിൽ നിന്നാണ്. സോ ഇവിടെ നിന്നും ഇങ്ങോട്ട് പോകണം. അതെന്താണ്? പോസിറ്റീവ് ആണ്. സോ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്താണ്? HO പോസിറ്റീവ് ആണ്.
ഫോർ എക്സാമ്പിൾ ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്തത്, ചുമ്മാ വിചാരിച്ചോ ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്തത്. സോ അങ്ങനെ ഈ പറഞ്ഞു തന്നെ ഹൈറ്റ് ഓഫ് ഇമേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇമേജ് ഇങ്ങനെ ഫോം ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? സാർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണിത്, എല്ലാ വെർട്ടിക്കൽ ഡിസ്റ്റൻസും അളക്കേണ്ട എവിടെ നിന്നാണ്? പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നാണ്. സോ പ്രിൻസിപ്പൽ ആക്സിൽ നിന്ന് അളക്കണം, ഇങ്ങോട്ടേക്ക് അളക്കണം. അതായത് ഇവിടെ എന്താണ്? നെഗറ്റീവ്. ഹൈറ്റ് ഓഫ് ഇമേജ് എന്താണ് ഇവിടെ? നെഗറ്റീവ് ആണ്. മനസ്സിലായ മക്കളെ? സോ ഈ നിയമത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. സോ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ ഡിസ്റ്റൻസ് ആണ് പോസിറ്റീവ്, ഏതൊക്കെ ഡിസ്റ്റൻസ് ആണ് നെഗറ്റീവ്. ഇത് അളക്കാനായിട്ട് നമുക്കറിയാം ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഉണ്ട്, വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഉണ്ട്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യേണ്ടത് പോളിൽ നിന്നും, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നുമാണ്. ലൈറ്റ് ഏത് ഡയറക്ഷനാണോ കടന്നു വരുന്നത് അതിന് ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. ലൈറ്റ് വരുന്ന അതേ ഡയറക്ഷനിലാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എല്ലാം എന്താണ് അവിടെ? പോസിറ്റീവ് ആണ്. ഓക്കെ, ശരി. അതുപോലെ പ്രിൻസിപ്പൽ ആക്സിന് മുകളിലേക്ക് അളക്കുന്ന എല്ലാം പോസിറ്റീവ് ആണ്, പ്രിൻസിപ്പൽ ആക്സിന് താഴേക്ക് അളക്കുന്ന എല്ലാം എന്താണ്? നെഗറ്റീവ് ആണ്. സോ ഇതാണ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. സോ നമുക്ക് മനസ്സിലായി ഏതൊക്കെ അളവുകളാണ്, ഏതൊക്കെ ഡിസ്റ്റൻസ് ആണ് പോസിറ്റീവ് എന്നും ഏതൊക്കെ ഡിസ്റ്റൻസ് ആണ് നെഗറ്റീവ് എന്നും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഒരു മിറർ എങ്ങനെയാണ്, ഏതൊക്കെ നിയമം വഴിയാണ് ഒരു മിറർ ആണെങ്കിൽ ഇമേജ് ഫോർമേഷൻ സാധ്യമാക്കുന്നത്. നോക്കാം. നോക്കൂ മക്കളെ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറർ. ഒരു സ്പെറിക്കൽ മിറർ എങ്ങനെയാണ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത്? ഈ പ്രിൻസിപ്പിൾ ഇവിടെയാണെങ്കിൽ ഞാൻ ഒരു പ്രധാനമായിട്ടും 1, 2, 3, 4, 5, 6, 7, 8 ഫിഗർ ഉണ്ട്. ഈ 8 ഫിഗർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പെർഫെക്റ്റ് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു മിറർ ഇമേജിന്റെ ഫോർമേഷൻ നടക്കുന്നത്, ഏതൊക്കെ നിയമങ്ങളുണ്ടെന്ന് മനസ്സിലാകും. നോക്ക്, ഓരോ നിയമങ്ങളായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ്, ഇത് എന്ത് മിറാന്ന് പറഞ്ഞാൽ നീ ഇത് എന്ത് മിററാടാ? ലൈറ്റ് എവിടെ വന്ന് വീഴുന്നേ? ആ ഗുഹയിലേക്കാണ് വീഴുന്നത്. അപ്പൊ എന്താണിത്? കോൺകേവ് മിററാണ്. ഓക്കെ ആണോ? ലൈറ്റ് എങ്ങനെയാ വന്ന് വീഴുന്നേ? ലൈറ്റ് നോക്കി, ലൈറ്റ് നേരെ വരികയാണ്, ഇങ്ങോട്ട് വന്ന് വീഴുകയാണ്. ലൈറ്റ് ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് പോണത്. ശരിയാണോ? ലൈറ്റ് എങ്ങനെയാ പോണേ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് പോണത്. മക്കളെ, ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഒന്നാമത്തെ നിയമമാണ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് ലൈറ്റ് വരുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ ശേഷം എന്ത് ചെയ്യും? അത് ഫോക്കസിലൂടെ കടന്നു വരും. സോ ഫസ്റ്റ് ലോ പഠിച്ചു വെച്ചേക്കുക. എന്നോട് പറഞ്ഞ നീ ലൈറ്റ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലലാണ് ലൈറ്റ് എങ്കിൽ അത് റിഫ്ലക്ഷന് ശേഷം ഇതിലൂടെ കടന്നു വരും, ഫോക്കസിലൂടെ കടന്നു വരും. ഓക്കെ ആണോ മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ഇവിടെ നോക്കി, ഇവിടെയും സെയിം തന്നെയാണ്. നോക്ക്, ഇവിടെയാണെങ്കിൽ എന്ത് മിററാണിത്? കോൺവെക്സ് മിററാണ്. ശരിയാണോ? ലൈറ്റ് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരാൻ പോവുകയാണ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നാൽ എന്ത് ചെയ്യും മക്കളെ? ഇവിടെ തട്ടിയാണെങ്കിൽ ഇങ്ങനെ പോത്തേ ഉള്ളൂ അല്ലേ? അകത്തേക്ക് വരാൻ കഴിയുമോ? ഇല്ല. സോ നമുക്ക് ഇത് എവിടെ നിന്ന് വരുന്നതൊക്കെ തോന്നും? നമുക്ക് ഫോക്കസിൽ നിന്ന് വരുന്നതൊക്കെ നമുക്ക് തോന്നും. നോക്ക്, ഇവിടെയും പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ റിഫ്ലക്ഷന് ശേഷം അത് ഫോക്കസിൽ നിന്ന് വന്ന കണക്ക് തോന്നും. ഇവിടെയാണെങ്കിൽ ഫോക്കസിലൂടെ കടന്നു പോകും. ആക്ച്വലി റിയലി ഇവിടെ നമുക്ക് തോന്നും, ഫോക്കസിൽ നിന്ന് വരുന്ന കണക്ക് നമുക്ക് തോന്നും. സോ നമുക്ക് കോൺകേവിലാണെങ്കിൽ ആക്ച്വലി കടന്നു പോകും, കോൺവെക്സിലാണെങ്കിൽ അനുഭവപ്പെടും. കണ്ടോ? ഈ നേരെ പോകുന്ന പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്ന റേ ആണെങ്കിൽ റിഫ്ലക്ഷന് ശേഷം നമുക്ക് എന്ത് തോന്നും? ഇതിലൂടെ കടന്നു വരുന്നണക്ക്, ഫോക്കസിലൂടെ കടന്നു വരുന്നണക്ക് നമുക്ക് തോന്നും. വേണമെങ്കിൽ ഇത് വരച്ച് കാണിച്ചു തരാം. അവിടെ ഇങ്ങോട്ട് മാറ്റി വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ കോൺവെക്സ്. ശരിയാണോ? പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, ലൈറ്റ് വരികയാണ്, പാരൽ ബീംസ് വരികയാണ്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് ലൈറ്റ് വരുന്നതെങ്കിൽ അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് എന്ത് ചെയ്യും മക്കളെ? അത് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. ശരിയാണോ? ഇതിങ്ങനെ തട്ടി റിഫ്ലക്റ്റ് ചെയ്തങ്ങ് പോകും. നമുക്ക് തോന്നും ഈ ലൈറ്റ് എവിടെ നിന്ന് വരുന്ന കണക്ക്? ഫോക്കസിൽ നിന്ന് വരുന്ന കണക്ക് നമുക്ക് തോന്നും. ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഈ ലൈറ്റ് എവിടെ നിന്ന് വരുന്നതൊക്കെ തോന്നും? നമുക്ക് ഫോക്കസിൽ നിന്ന് വരുന്നതൊക്കെ തോന്നും. പക്ഷേ ആക്ച്വലി ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്ന റേ റിഫ്ലക്ഷൻ ശേഷം എന്ത് ചെയ്യും മക്കളെ? അത് ഫോക്കസിലൂടെ കടന്നുപോയിരിക്കും. ഇതാണ് ഫസ്റ്റ് നിയമം.
മക്കളെ ഈ ഫസ്റ്റ് ലോ എല്ലാവർക്കും മനസ്സിലായോ? ഒന്നാമത്തെ ലോ എല്ലാവർക്കും മനസ്സിലായോ? ശരി. അടുത്തത് നോക്ക്. പ്രിൻസിപ്പൽ ആക്സിൽ നിന്ന് ഇങ്ങനെ പാരലൽ വരുന്നത് കണ്ടോ, പോളിലേക്ക് വന്ന് വീഴുകയാണ്. ഒരു ആംഗിളിൽ ഐ എന്ന ആംഗിളിൽ പോളിലേക്ക് വരികയാണ്. സോ വന്ന് വീണ് കഴിഞ്ഞാൽ പോളിൽ എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്ത് പോകും. സോ എത്ര ആംഗിളിലാണോ വരുന്നത് അത്രയും ആംഗിൾ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആർക്ക് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും. ഇതേ അവസ്ഥയാണ് എവിടെയും ആ കോൺവെക്സിലും. കോൺവെക്സ് ആണിത്. അവിടെ ലൈറ്റ് റേ ഇങ്ങനെ വരികയാണ്. അത് ഇങ്ങനെ വന്ന് വീണതിന് ശേഷം എന്ത് ചെയ്യും? അതേ ആംഗിളിൽ എത്ര ആംഗിളിലാണോ വരുന്നത് അതേ ആംഗിൾ എന്ത് ചെയ്യും മക്കളെ? അത് റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായോ? ഇത് പടം വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. സോ ലൈറ്റ് ഇത് കോൺകേവ് ആണ്. ഈ കോൺകേവിലേക്ക് ലൈറ്റ് വന്ന് വീഴാൻ പോവുകയാണ്. സോ ഇത് പോളാണ്. പോളിലേക്ക് എത്ര ആംഗിളിലാണോ ലൈറ്റ് വന്ന് വീഴുന്നത് അത്രയും ആംഗിൾ എന്ത് ചെയ്യും മക്കളെ? അത് റിഫ്ലക്ട് ചെയ്യും. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആർക്ക് ഈക്വൽ ആണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് ഈക്വൽ ആണ്. ഇനി കോൺവെക്സിലാണെങ്കിൽ സെയിം അവസ്ഥയാണ്. എത്ര ആംഗിളിലാണോ വന്ന് വീഴുന്നത്, എത്ര ആംഗിളിലാണോ ഇൻസിഡന്റ് ചെയ്യുന്നത് അത്രയും ആംഗിൾ എന്ത് ചെയ്യും മക്കളെ? റിഫ്ലക്ട് ചെയ്യും. ഇവിടെയും ആംഗിൾ ഐ എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ആറിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. ഇത് മായ്ച്ചു കളയാം. അടുത്തത് ഈ കാര്യം മനസ്സിലായി. അടുത്തത് നോക്ക്. സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു റേ വരികയാണ്. കണ്ടോ, സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് വന്ന് വീഴുന്ന റേ അത് നേരെ റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് റിഫ്ലക്ട് ചെയ്യുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ എന്ത് ചെയ്യും മക്കളെ? അത് കടന്നു പോകും. സോ സെന്റർ ഓഫ് കർവേച്ചറിന് നേരെ പോകുന്ന റേ അതുവഴി എന്ത് ചെയ്യും? തിരിച്ചു പോകും. കണ്ടോ, ഏത് ആംഗിളിലാണോ വരുന്നത് അതേ രീതിയിൽ അതേ പാത്ത് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. അതിപ്പോൾ കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും. സോ ഇത് അതിൻ്റെ സെൻറ്റർ ആണെന്ന് കരുതിക്കോ. കോൺവെക്സിൻ്റെ സെൻറ്റർ ഇതാണ്. സോ ലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ വരികയാണ്. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് വന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്ത് എങ്ങനെയാണ്? അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യും മക്കളെ? അത് റിഫ്ലക്ട് ചെയ്യും. സോ ഇത് വരച്ച് കാണിച്ചു തരാം. എങ്ങനെ വരച്ച് കാണിച്ചിരുന്നേ? ഇതാണ് നമ്മുടെ മിറർ. ഇവിടെയാണെങ്കിൽ ഇതാണ് നമ്മളുടെ സെൻറ്റർ. അത് കോൺവെക്സ് ആണ്. ഇവിടെയാണ് സെൻറ്റർ. ഞാൻ പറയുകയാണ് ലൈറ്റ് റേ ഇങ്ങനെ വരികയാണ്. നമുക്കിത് തോന്നും അത് എങ്ങോട്ടാണ് വന്ന് വീഴാൻ നമുക്ക് തോന്നും സെൻറ്ററിന് ഡയറക്റ്റ് ചെയ്ത് വരികയാണ്. സെൻറ്ററിലേക്ക് വരാൻ നോക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്യുന്നത് അതേ ഡയറക്ഷൻ എന്ത് ചെയ്യും? തിരിച്ചു പോകും. എങ്ങനെയാണോ വന്നത് അതേ പാത്തിലൂടെ എന്ത് ചെയ്യും മക്കളെ? തിരിച്ചു പോകും. ഇനിയാണെങ്കിൽ കോൺകേവ് ആണെങ്കിലോടാ ഇത് അതിൻ്റെ സെൻറ്ററാണ്. സെൻറ്ററിലൂടെ ആണെങ്കിൽ ലൈറ്റ് റേ വരാൻ പോവുകയാണ്. അപ്പോൾ സെൻറ്ററിലൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതേ പാത്തിലൂടെ തിരിച്ചു വരും. മനസ്സിലായോ? സെൻറ്ററിലൂടെ വന്നു കഴിഞ്ഞാൽ അതേ പാത്തിലൂടെ തിരിച്ചു പോകും. ഇതാണ് നമ്മുടെ അടുത്ത കാര്യം. അടുത്തത് ഫോക്കസിലൂടെ കടന്നു പോവുകയാണ്. അടുത്തത് എല്ലാം ഒന്നാ വരച്ചേക്കുന്നത്. ഇതല്ല, ഫോക്കസിലൂടെ കടന്നു പോവുകയാണ്. മാറ്റി വരച്ചു തരാം. ഫോക്കസിലൂടെ കടന്നു പോവുകയാണ്. അടുത്തെന്താണ്? ഫോക്കസ്. ഇത് ഫോക്കസിലൂടെ കടന്നു വരികയാണ്. കണ്ടോ, ലൈറ്റ് റേ ഇതിലൂടെ കടന്നു പോണേ ഫോക്കസ് പോയിന്റിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ റിഫ്ലക്ഷന് ശേഷം എന്ത് ചെയ്യുന്നറിയാമോ? അത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. ഇത് കോൺകേവ്. കോൺവെക്സ് വരച്ചു കഴിഞ്ഞാൽ നോക്ക്, ഇതാണ് ഫോക്കസ്. സോ ഫോക്കസിലേക്ക് വന്ന് വീഴാൻ പോവുകയാണ്. ഫോക്കസിലേക്ക് വന്ന് വീഴാൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് റേ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഫോക്കസാണ്. ഫോക്കസിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങനെ റിഫ്ലക്ഷൻ ശേഷം എന്ത് ചെയ്യും മക്കളെ? അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. സോ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ പോകും. ഇങ്ങനെ വന്നാലോ, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നാലോ അത് ഫോക്കസിലൂടെ കടന്നു പോകും. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫോക്കസിലൂടെ കടന്നു പോകും. ഫോക്കസിലൂടെ വന്നാൽ അത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി ഫോക്കസിലൂടെ വന്നാലോടാ അത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു പോകും. അപ്പോൾ എത്ര സെക്ഷൻ ഉണ്ടായിരുന്നു? 4 സെക്ഷൻ ഉണ്ടായിരുന്നു, 8 ഫിഗർ ഉണ്ടായിരുന്നു. ശരിയാണോ? സോ ഇത് ലാസ്റ്റ് ഫിഗർ ആണെങ്കിൽ ഞാൻ വേറെ രീതി വരച്ചു തന്നെയാണ്. എന്ത് ചെയ്യും? ഇതേ സെയിം സാധനം തന്നെയാണ്. എന്താണ്? നമ്മളുടെ ഫോക്കസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരും. ഫോക്കസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ
പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരും. ഇതാണ് ഫോർത്ത് ഫിഗർ. ഓക്കെ മക്കളെ, സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. സോ ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? ആ മിററിൻ്റെ ഫോർമേഷൻ എന്താണ്, മിറർ എങ്ങനെയാണ് ആക്ച്വലി ഒരു ഇമേജിനെ ഫോം ചെയ്യിക്കുന്നതെന്ന ഒരു ലോ നമുക്ക് മനസ്സിലായി. ഇനി നോക്കൂ മക്കളെ, അപ്പോൾ ഈ പറയുന്ന ഈ 8 നിയമങ്ങൾ അല്ലെങ്കിൽ 4 നിയമങ്ങൾ വെച്ചിട്ടാണെങ്കിൽ മിറർ എന്ത് ചെയ്യും? ഇമേജ് ഫോർമേഷൻ സാധ്യമാക്കും. സോ ഇമേജ് ഫോർമേഷൻ എങ്ങനെ സാധ്യമാക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിററിൻ്റെ ഈ 8 നിയമങ്ങൾ അല്ലെങ്കിൽ 4 പ്രധാന നിയമങ്ങൾ, അത് കോൺകേവ് ഉണ്ട്, കോൺവെക്സും ഉണ്ട്, അങ്ങനെ 8 എണ്ണം പറഞ്ഞു അല്ലേ? സോ നമുക്ക് 4 എണ്ണം പറയാം. ഈ 4 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കോൺസെപ്റ്റായി കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.